महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. മഹാദേവനെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നത് അർജുനൻ അപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചില്ല. ശത്രുനാശനനായ അർജുനൻ അത്ഭുതപ്പെട്ട് സ്വയം ഇങ്ങനെ വിശ്വസിക്കാനാവാതെ ചിന്തിക്കുകയാണ്, പിനാകിയും ഹരനുമായ മുക്കണ്ണനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ കൈകൊണ്ട് തൊട്ടു, ഞാൻ ധന്യനായി, അനുഗ്രഹീതനായി, ശത്രുക്കളെ മുഴുവൻ ജയിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇല്ല. വന്ന കാര്യമൊക്കെ ഞാൻ നേടുകയും ചെയ്തു. ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് ദിക്കൊക്കെ ആകെ പ്രകാശിപ്പിച്ചുകൊണ്ട് ജലജന്തുക്കൾ, നാഗങ്ങൾ, ദേവന്മാർ എന്നിവരോടുകൂടെ വരുണദേവൻ അവിടെ വന്നു. അപ്പോൾ ആകാശമെങ്ങും ശോഭിപ്പിച്ചുകൊണ്ട് യക്ഷഗണങ്ങളോടുകൂടി മിന്നിത്തിളങ്ങുന്ന സ്വർണരഥത്തിൽ അവിടെ കുബേരനും വന്നു. പിതൃക്കളോടും ഗുഹ്യ ഗന്ധർവന്മാരോടും കൂടിയാണ് കുബേരൻ വന്നത്. അതേസമയം സൂര്യപുത്രനും ദണ്ഡധരനുമായ യമനും അവിടെ വന്നു ചേർന്നു. ചിത്രശൈല ശിഖരങ്ങളുള്ള ആ മഹാഗിരിയിൽ തപസ്വിയായ അർജുനനെ അവർ ചെന്ന് കണ്ടു. അതേസമയം ഇന്ദ്രാണിയോടുകൂടി ദേവേന്ദ്രനും അവിടെ എത്തിച്ചേർന്നു. തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത ശിഖരത്തിലിരുന്ന് പരമധർമ്മജ്ഞനായ യമൻ മേഘഗർജനത്തോടൊത്ത ശബ്ദത്തിൽ ആദ്യമായി അർജുനനെ അനുഗ്രഹിച്ചു. യമൻ പറഞ്ഞു, എടോ അർജുന, ഇവിടെ എത്തിയിരിക്കുന്ന ലോകപാലകന്മാരായ ഞങ്ങളെ ഭവാൻ കണ്ടുകൊള്ളുക. ഞങ്ങളെ ദർശിക്കുവാൻ അർഹനായ നിനക്ക് ദിവ്യ ചക്ഷുസ്സു തരാം. നീ മഹാബലനായ നരൻ എന്നു പേരായ പുരാണ ഋഷിയാണ്. ബ്രഹ്മാവിന്റെ നിശ്ചയപ്രകാരമാണ് നീ മനുഷ്യനായി പിറന്നത്. മുമ്പ് വസുവായിരുന്ന, അഷ്ടവസുക്കളിൽ ഒരാളായിരുന്ന ഭീഷ്മപിതാമഹനെ നിനക്ക് യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിക്കും. അതുപോലെ ഭരദ്വാജപുത്രന്റെ നേതൃത്വത്തിൽ തേജസ്സുള്ള ക്ഷത്രിയരെ നിനക്ക് ജയിക്കുവാൻ സാധിക്കും. ഭരദ്വാജപുത്രൻ ദ്രോണർ. അപ്പോൾ ദ്രോണരുടെ നേതൃത്വത്തിൽ ഉള്ള ആ ഒരു കൗരവ പടയെ നിനക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് യമൻ അനുഗ്രഹിക്കുകയാണ്. കർണൻ എൻ്റെ അച്ഛൻ്റെ, അതായത് യമന്റെ അച്ഛനും സൂര്യനാണ്. അപ്പോൾ ആ കർണൻ എൻ്റെ അച്ഛന്റെ അംശമാണ്. എന്നാൽ ആ മഹാവീര്യവാനും നിന്നാൽ കൊല്ലപ്പെടും. ഹേ കുന്തിപുത്ര, ഭൂമിയിൽ പിറന്ന ദേവദാനവ രക്ഷസുകളുടെ അംശങ്ങളെയെല്ലാം നീ സംഹരിക്കുന്നതാണ്. സാക്ഷാത് മഹാദേവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ചവനാണ് നീ. വിഷ്ണുവോടുകൂടി, അതായത് ഭഗവാൻ കൃഷ്ണനോടുകൂടി നീ ഭൂമിയുടെ ദുർഭാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ആർക്കും തടുക്കുവാൻ സാധ്യമല്ലാത്ത എൻ്റെ ഈ ദണ്ഡ്, യമദണ്ഡ് നീ വാങ്ങിക്കൊള്ളുക. നീ മഹത്തായ കർമ്മം ഈ ആയുധം കൊണ്ട് നിർവഹിക്കും. അങ്ങനെ അർജുനൻ യമന്റെ കയ്യിൽ നിന്ന് ആ യമദണ്ഡ് വിധിപ്രകാരം ഏറ്റുവാങ്ങി അത് പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനുമുള്ള മന്ത്രങ്ങളും മനസ്സിലാക്കി. പിന്നീട് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന ജലാധിപനായ വരുണൻ അർജുനനോട് പറയുകയാണ്, ആർക്കും തടുക്കുവാനാകാത്ത വരുണപാശങ്ങളെ, അവയുടെ രഹസ്യങ്ങളോടുകൂടി ഞാൻ ഇതാ നിനക്ക് തരുന്നു. അത് നീ ഗ്രഹിച്ചുകൊള്ളുക. എന്റെ പ്രസാദത്താൽ ഈ പാശങ്ങളെ നീ നേടിയിരിക്കുന്നു. ഇവ നിന്റെ കൈവശമുള്ള കാലത്തോളം യമനു പോലും നിന്നോട് എതിർക്കുവാൻ സാധ്യമല്ല. ഈ ആയുധവുമായി പോർക്കളത്തിൽ ഇറങ്ങിയാൽ ഇവ കൊണ്ട് നീ ലോകത്തിലെ ക്ഷത്രിയന്മാരെ നിശേഷം നശിപ്പിക്കുവാൻ ശക്തനാകും. അങ്ങനെ യമനും വരുണനും ദിവ്യാസ്ത്രങ്ങൾ കൊടുത്തതിന് ശേഷം ധനാധിപനായ കുബേരൻ പറഞ്ഞു,
അല്ലയോ അർജുന, നിന്നിൽ ഞാനും പ്രസാദിച്ചിരിക്കുന്നു. നിന്നോടുള്ള സമാഗമം കൃഷ്ണനോടുള്ള കൂടിക്കാഴ്ച പോലെ എനിക്ക് സന്തോഷപ്രദമാണ്. പൂർവകൽപ്പത്തിൽ ഞങ്ങളോടുകൂടി ഭവാൻ തപസ് ചെയ്തിട്ടുണ്ട്, അന്ന് നരഋഷിയായിരുന്നപ്പോൾ. ഇതാ ഞാൻ നിനക്ക് ദിവ്യാസ്ത്രത്തെ തരികയാണ്. അതിന്റെ പേരാണ് അന്തർധാനം. അന്തർധാനം എന്ന അസ്ത്രം നീ വാങ്ങിക്കൊള്ളുക. ഈ അസ്ത്രത്താൽ നീ ധാർത്തരാഷ്ട്ര സൈന്യത്തെ നശിപ്പിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ അന്തർധാന അസ്ത്രം ഭവാൻ ഗ്രഹിച്ചുകൊള്ളുക. മഹാത്മാവായ ശങ്കരൻ, മഹാദേവൻ, മഹാശക്തരായ ത്രിപുരന്മാരെ ദഹിപ്പിച്ചത് ഈ അസ്ത്രത്താലാണ്. മേരുതുല്യമായ ഗൗരവവും അജയ്യ പരാക്രമവും ചേർന്ന ഭവാൻ ഈ അസ്ത്രം ധരിക്കുവാൻ അർഹനാണ്. ഇങ്ങനെ കുബേരൻ നൽകിയ അസ്ത്രം വിധിപ്രകാരം അർജുനൻ സ്വീകരിച്ചു. ഉടനെ ദേവരാജാവായ ഇന്ദ്രൻ ഇപ്രകാരം പറയുകയാണ്: ശ്രേഷ്ഠമായ സിദ്ധി നേടി നീ ദേവതുല്യനായിരിക്കുന്നു. ഇനി നീ മഹത്തായ ദേവകാര്യം നിർവഹിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്ക് കയറുവാൻ മഹാതേജസ്വിയായ നീ ഒരുങ്ങിക്കൊള്ളുക. നിന്നെ കൊണ്ടുപോകുവാൻ മാതലി രഥവുമായി ഇവിടെ എത്തുന്നതാണ്. സ്വർഗത്തിൽ വന്നതിന് ശേഷം അവിടെ വെച്ച് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ദിവ്യാസ്ത്രങ്ങൾ തരുന്നതാണ്. ഇങ്ങനെ ഭൂമിയിലെ പർവ്വതാഗ്രത്തിൽ വെച്ച് ലോകപാലകന്മാരെ കാണുകയും അവരാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ അർജുനൻ വിസ്മയപ്പെട്ടു. പിന്നീട് പാർത്ഥൻ ഇവരെയെല്ലാം വിധി പോലെ പൂജിച്ചു, സത്കരിച്ചു. പാർത്ഥന്റെ സത്കാരം സസന്തോഷം സ്വീകരിച്ച് മനോവേഗമുള്ള ആ ദേവന്മാർ വനസ്ഥലത്തേക്ക് മറഞ്ഞുപോയി. അങ്ങനെ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ തേടി താൻ കാമസമ്പൂർണനും, താൻ എന്താണോ ആഗ്രഹിച്ചത് അത് പൂർത്തിയായി എന്നതിനാൽ കൃതാർത്ഥനായിട്ട് അങ്ങനെ സന്തോഷഭരിതമായ മനസ്സോടുകൂടെ അവിടെ അർജുനൻ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കെ ലോകപാലകന്മാർ പോയതിനു ശേഷം അർജുനൻ ഇന്ദ്രന്റെ രഥത്തെ കുറിച്ച് സ്മരിച്ചു. അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ മാതലി, ഇന്ദ്രന്റെ സാരഥിയായ മാതലി ദിവ്യമായ ആ രഥവുമായിട്ട് അർജുനന്റെ സമീപത്തെത്തി. ആ വിശിഷ്ടമായ രഥം കണ്ട് കണ്ണു തള്ളിപ്പോയ അർജുനന്റെ അടുത്തേക്ക് മാതലി വന്നിട്ട് പറഞ്ഞു: അല്ലയോ ശക്രാത്മജ, ഇന്ദ്രന്റെ മകനായ ഹേ അർജുന, ഭഗവാനെ കാണുവാൻ ശക്രൻ അവിടെ ദേവലോകത്ത് കാത്തിരിക്കുന്നു. ഇന്ദ്രന്റെ ഈ രഥത്തിൽ ശ്രീമാനായ ഭവാൻ താമസിക്കാതെ എത്രയും പെട്ടെന്ന് കയറിയാലും. ഭവാന്റെ പിതാവും അമരനാഥനുമായ ആ ഇന്ദ്രൻ എന്നോടിങ്ങനെ കൽപ്പിച്ച പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം ദേവന്മാരോടും ഗന്ധർവ അപ്സരസ്സുകളോടും മുനിമാരോടും കൂടി ഭവാനെ കാണുവാൻ ആ ഇന്ദ്രലോകത്ത് കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഭവാൻ ഈ ലോകം വിട്ട് എന്നോടൊപ്പം ദേവലോകത്തിലേക്ക് പുറപ്പെടുക. അവിടെ നിന്ന് അസ്ത്രങ്ങൾ സമ്പാദിച്ച് മടങ്ങിപ്പോരാം. അപ്പോൾ അർജുനൻ പറഞ്ഞു: മാതലി, ഈ ഉത്തമമായ രഥത്തിൽ കയറുവാനുള്ള ഭാഗ്യം എളുപ്പത്തിൽ കിട്ടുന്നതല്ല. സത്യത്തിൽ രാജസൂയം പോലെയുള്ള വിശിഷ്ടമായ യാഗങ്ങൾ ചെയ്തവർക്ക് മാത്രമാണ് ഇങ്ങനെ സ്വർഗത്തിൽ ഉടലോടെ പോകാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും എനിക്കിത് സാധിച്ചു എന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു. സന്തോഷപൂർണനായ കൗന്ദേയൻ ഗംഗാസ്നാനം കൊണ്ട് വിശുദ്ധനായിട്ട് വിധി പോലെ മന്ത്രം ജപിച്ച് പിന്നീട് പിതൃതർപ്പണം ചെയ്തു. അതായത് ഏത് ശുഭകാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപ് പിതൃക്കളുടെ അനുഗ്രഹം വളരെ പ്രധാനമാണെന്ന് ഇവിടെ കാണിക്കുകയാണ്. അങ്ങനെ പിതൃതർപ്പണം ചെയ്തിട്ട് അവിടെ അത്രയും നാൾ താൻ വസിച്ച മന്ദരപർവ്വതത്തോട് യാത്ര പറയുകയാണ്. അങ്ങനെ യാത്ര പറഞ്ഞ് അർജുനൻ കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ ആ ദിവ്യരഥത്തിൽ കയറി അതങ്ങനെ മേൽപോട്ട് പൊങ്ങി. അങ്ങനെ ഇന്ദ്രന്റെ ലോകമായ ഇന്ദ്രലോകം, അമരാവതി അർജുനനെ വളരെയധികം ആകർഷിച്ചു. സത്യത്തിൽ സത്കീർത്തി നേടാത്തവർക്കൊന്നും ഈ ലോകം കാണാൻ പറ്റുകയില്ല എന്ന് അർജുനൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇവിടെ യഥേഷ്ടം സഞ്ചരിക്കുന്ന ദേവവിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗന്ധർവന്മാരും അപ്സരസ്സുകളും ചെയ്യുന്ന സ്തുതികൾ രസിച്ചുകൊണ്ട് ആ പൂമണം കലർന്ന ഇളം കാറ്റേറ്റ് ആനന്ദിച്ച് ദേവന്മാരൊക്കെ അവിടെ സന്തോഷമായിട്ട് കഴിയുന്നത് അർജുനൻ കണ്ടു.
പിന്നീട് നാരദൻ തുടങ്ങിയ ദേവഋഷിമാരെയും അവിടെ കണ്ടു. അർജുനൻ അവിടെ എത്തിയപ്പോൾ തേരിൽ നിന്നിറങ്ങിയ അർജുനനെ യഥാർത്ഥ പിതാവായിട്ടുള്ള അർജുനന്റെ സ്വന്തം അച്ഛനായിട്ടുള്ള സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് സ്വീകരിച്ചു. ഇവിടെ പറയുന്നത് ഇന്ദ്രൻ ആദ്യം തന്റെ മടിയിലിരുത്തി മകനോടുള്ള വാത്സല്യത്താൽ അർജുനനെ മുകർന്നു എന്നാണ്. പിന്നീടാണ് തന്റെ ആ ആസനത്തിൽ ഇരിപ്പിടം കൊടുത്തത്. ഒരേ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന അച്ഛനും മകനും ഒരേ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിച്ചു എന്ന് പറയുന്നു. പിന്നീട് ഇന്ദ്രന്റെ അനുജ്ഞപ്രകാരം ഇന്ദ്രന്റെ മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ദിവ്യമായ മഹാസ്ത്രങ്ങൾ തൊടുക്കാനും സംഹരിക്കാനുമുള്ള വിദ്യ അഭ്യസിച്ച് ജിഷ്ണുവായ ആ അർജുനൻ തന്റെ പിതാവിന്റെ ഗൃഹത്തിൽ വസിച്ചു. ശക്രനിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ദുസ്സഹമായ വജ്രായുധ പ്രയോഗവും മയിലുകളുടെ നൃത്തവും മേഘങ്ങളുടെ വരവും അടയാളമായുള്ള മഹാനാദത്തോടുകൂടിയ ഇടിത്തി പ്രയോഗവും മറ്റും അർജുനൻ ഗ്രഹിച്ചു. ഇതൊക്കെ ദേവേന്ദ്രന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ആയുധ വിദ്യകളാണ്. എന്തായാലും ഇങ്ങനെ തന്റെ സോദരന്മാരെ വിട്ട് 5 വർഷത്തോളമാണ് സ്വർഗത്തിൽ സർവസുഖഭോഗങ്ങളോടെയും അർജുനൻ വസിച്ചത്. അസ്ത്രങ്ങളെല്ലാം നേടിയതിനു ശേഷം സഹോദരങ്ങളെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്ന അർജുനനോട് ഇന്ദ്രൻ പറയുകയാണ്, ഹേ അർജുന, ഇവിടെ വന്ന സ്ഥിതിക്ക് മനുഷ്യലോകത്ത് അറിയപ്പെടാത്തതും ദേവഹിതവുമായിട്ടുള്ള നൃത്യഗീതവാദ്യങ്ങൾ നീ ചിത്രസേനനിൽ നിന്ന് പഠിക്കുക. അത് നിനക്ക് ഭാവിയിൽ വളരെയധികം സഹായകമാകും. അങ്ങനെ ഇന്ദ്രൻ ചിത്രസേനനെ അർജുനന്റെ മിത്രമാക്കി കൊടുത്തു. ആ ചിത്രസേനനിൽ നിന്ന് ആട്ടവും പാട്ടുമൊക്കെ അഭ്യസിച്ച് അവനോടൊപ്പം അർജുനനും പാർത്തു വന്നു. എന്നാൽ ഇവിടെ ഇത്രയും സുഖഭോഗങ്ങൾക്കിടയിലും അർജുനൻ ഓർക്കുന്നത് മുഴുവൻ തന്റെ സഹോദരങ്ങളെ കുറിച്ചും താൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുമായിരുന്നു. ഇങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു സഭ കൂടിയ സമയത്ത് അവിടെ അപ്സരസുകളിൽ ഏറ്റവും സുന്ദരിയായിട്ടിരിക്കുന്ന ഉർവശിയെ അർജുനൻ നല്ലവണ്ണം നോക്കുകയുണ്ടായി. അത് ഇന്ദ്രൻ കാണുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രൻ ചിത്രസേനനെ രഹസ്യമായി വിളിപ്പിച്ച് ഉർവശിയുടെ അരികിൽ പോയി ഇപ്രകാരം പറയുവാൻ കൽപ്പിച്ചു. അങ്ങനെ ഇന്ദ്രൻ ഉദ്ദേശിച്ചത് അർജുനൻ കാമാവേശത്തോടുകൂടിയാണ് ഉർവശിയെ നോക്കിയത് എന്നാണ്. അതുകൊണ്ട് ഉർവശിയോട് അർജുനനെ എല്ലാ രീതിയിലും അവനെ രമിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ദ്രൻ ഉർവശിക്ക് ചിത്രസേനനിലൂടെ കൊടുത്തത്. അങ്ങനെ അർജുനനെ കുറിച്ച് അറിഞ്ഞ ഉർവശി അതിനു മുൻപേ തന്നെ അർജുനനിൽ കാമാവേശയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശവും കൂടെ കിട്ടിയപ്പോൾ ഉർവശി വളരെ സന്തോഷത്തോടെ അർജുനന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ രാത്രി അസമയത്ത് തന്റെ ഭവനത്തിലേക്ക് ഉർവശി വന്നു കയറിയത് കണ്ട് അർജുനൻ ഒന്ന് ശങ്കിച്ചു. എങ്കിലും തന്റെ ഗുരുക്രമത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അതായത് ഒരു ഗുരുപത്നി എന്ന രീതിയിലാണ് അർജുനൻ ഉർവശിയെ അഭിവാദനം ചെയ്തത്. ഞാൻ ഭവതിയെ വന്ദിക്കുന്നു. ദേവി ആജ്ഞാപിക്കുന്നതെന്തോ അത് ചെയ്യുവാൻ സന്നദ്ധനായി അങ്ങയുടെ ദാസനായ ഞാൻ ഇതാ നിൽക്കുന്നു. അതേസമയം ഫൽഗുനന്റെ ഈ ഒരു ഭാവം ഉർവശിയെ നിരുത്സാഹപ്പെടുത്തി. കാരണം തന്നെ പോലെ ഒരു സുന്ദരിയെ കാണുമ്പോൾ അർജുനനും അതേ രീതിയിൽ തന്നെ സമീപിക്കുമെന്നാണ് ഉർവശി ചിന്തിച്ചത്. എന്നാൽ നേരെ വിപരീതമാണ് സംഭവിച്ചത്. അപ്പോൾ ഉർവശി പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് നിന്നെ ഞാൻ കേൾപ്പിക്കാം. നിന്റെ പിതാവായ ഇന്ദ്രൻ തന്നെയാണ് ഇവിടെ വന്ന് നിന്നെ രമിപ്പിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചത്. എന്നാൽ ഇപ്രകാരം ഉർവശി പറഞ്ഞത് കേട്ട് അർജുനൻ തന്റെ കാതുകൾ രണ്ടും കൈകൾ കൊണ്ട് പൊത്തി ലജ്ജയാൽ മുഖം തിരിച്ചു. അർജുനൻ പറഞ്ഞു, ഹേ സുന്ദരി, എനിക്ക് കേൾക്കുവാൻ വയ്യാത്ത വാക്കുകളാണ് ഭവതി പറയുന്നത്. ഭവതി നിശ്ചയമായും എനിക്ക് ഗുരുപത്നിയെ പോലെയാണ്. എൻ്റെ അമ്മയായ കുന്തിയും ഇന്ദ്രന്റെ പത്നിയായ ശചിയും എനിക്ക് എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഭവതിയും. ഞാൻ ഭവതിയെ ഉറ്റുനോക്കിയത് ശരിയാണ്, എന്നാൽ അതിന് തക്കതായ കാരണമുണ്ട്. പുരൂരവസ് എൻ്റെ മുതുമുത്തച്ഛനാണ്. അതായത് ആ വംശത്തിലാണ് ഞാൻ പിറന്നത്. ആ പുരൂരവസിന്റെ ഭാര്യയായിരുന്നു ഉർവശി. അതുകൊണ്ട് എൻ്റെ വംശത്തിന് കാരണക്കാരനായ
അദ്ദേഹത്തിന്റെ പത്നി എന്ന നിലയിലാണ് ഞാൻ അങ്ങയെ ദേവിയെ നോക്കിയത്. ആ നോട്ടത്തിന് വേറെ ഒരു അർത്ഥവും ദേവി കൽപ്പിക്കരുത്. അപ്പോൾ ഉർവശി പറഞ്ഞു, അപ്സരസുകളായ ഞങ്ങൾ എല്ലാവരും സ്വേച്ഛാചാരിണികളാണ്. അങ്ങനെയുള്ള എന്നെ ഗുരുസ്ഥാനത്ത് ഭവാൻ കരുതുന്നത് യുക്തമല്ല. തപശക്തി കൊണ്ട് സ്വർഗം പ്രാപിച്ച ആ പൂരുവിന്റെ വംശത്തിൽ ജനിച്ചവർ പോലും എന്നോടൊന്നിച്ച് രമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേക്ക് എന്താണ് ഇത്ര വ്യത്യാസം, അല്ലെങ്കിൽ അങ്ങെന്തിനാണ് അതിൽ നിന്നൊരു വ്യത്യാസം കാണിക്കുന്നത്? കാമപരവശയായി ഭവാനെ സമീപിച്ച എന്നെ ഭവാൻ ഉപേക്ഷിക്കരുത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ ഭവതിയോട് സത്യം തുറന്നു പറയാം. എനിക്ക് കുന്തിയും മാദ്രിയും ശചീദേവിയും പോലെ ഭവതിയും എൻ്റെ വംശജനനിയാണ്. തന്മൂലം എനിക്ക് ആരാധ്യയായ മാതാവാണ്. ഞാനിതാ ഭവതിയുടെ കാൽക്കൽ ശിരസ്സു കുനിക്കുന്നു. എനിക്ക് അമ്മയാണ് ദേവി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ദേവിയുടെ പുത്രതുല്യനാണ്. എന്നെ പുത്രനെ പോലെ കരുതിയാലും. എന്നാൽ അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉർവശി ക്രോധമോഹിതയായി വിറച്ച് പുരികം ചുളിച്ച് അർജുനനെ ശപിക്കുകയാണ്. ഭവാന്റെ പിതാവ് ആജ്ഞാപിക്കുകയാൽ കാമവിവശയായി ഇവിടെ വന്ന എന്നെ ആദരിക്കാതിരുന്നത് കൊണ്ട് ഹേ പാർത്ഥ, ഭവാൻ ആണത്തമില്ലാത്തവനാണെന്ന് പരക്കെ അറിയുന്ന വിധം ഷണ്ഡനായി തീരട്ടെ. മാനം വെടിഞ്ഞ് സ്ത്രീജന മധ്യത്തിൽ ആടിപ്പാടി നടക്കുന്നവനായി തീരട്ടെ. ഇങ്ങനെ വിറക്കുന്ന ചുണ്ടോടുകൂടി അർജുനനെ ശപിച്ച് ഉർവശി തന്റെ വസതിയിലേക്ക് നടന്നു. എന്നാൽ ഇങ്ങനെ വളരെ വിചിത്രമായ സംഭവ വികാസങ്ങൾ നടന്നതിനെ കുറിച്ച് അർജുനൻ ചിത്രസേനോട് പറഞ്ഞു. ചിത്രസേനൻ ഇന്ദ്രനോടും ഈ കാര്യം അറിയിച്ചു. എന്നാൽ ഇന്ദ്രൻ അർജുനനെ വിജനപ്രദേശത്ത് വിളിച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം സാന്ത്വനിപ്പിച്ചു. ഹേ അർജുന, നിന്നെ പുത്രനായി നേടുകയാൽ നിന്റെ അമ്മയായ കുന്തി സത്പുത്രവതിയായി തീർന്നിരിക്കുന്നു. നീ ക്ഷമയിലും ആത്മനിയന്ത്രണ ശേഷിയിലും മഹർഷിമാരെ കൂടെ വിജയിച്ചിരിക്കുന്നു. നീ വിഷമിക്കേണ്ട. ഉർവശി നിനക്ക് തന്ന ശാപം നിനക്ക് ഉപകാരമായി തീരും. ഭൂമിയിൽ നിങ്ങൾക്ക് 13ാമത്തെ വർഷത്തിൽ അജ്ഞാതവാസം നിർവഹിക്കേണ്ടതുണ്ടല്ലോ. അന്ന് ഈ ശാപം ഉപകാരമായി തീരും. ആണത്തമില്ലാത്തവനായി നർത്തക വേഷത്തിൽ നീ 1 വർഷം വസിച്ചുകൊള്ളുക. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ പുരുഷത്വം വീണ്ടും ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അർജുനൻ വളരെയധികം സന്തോഷിച്ചു. പിന്നീട് ശാപത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അങ്ങനെ ചിത്രസേനോടുകൂടി സ്വർഗത്തിൽ സസുഖം പാർത്തു. അപ്പോൾ ഇവിടെ ഒരു ഫലശ്രുതി പറയുകയാണ്. പാണ്ഡുപുത്രന്റെ ഈ ഒരു ചരിത്രം നിത്യവും കേൾക്കുകയാണെങ്കിൽ ആരും അബദ്ധസഞ്ചാരം ചെയ്യുകയില്ല. അവർ കോപം, കാമം, മദം, ദംഭം മുതലായ ദോഷങ്ങൾ ബാധിക്കാതെ സ്വർഗത്തെ പ്രാപിച്ച് സുഖമായി വസിക്കുന്നതാണ്. മഹാഭാരത